ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കത്തോലിക്കാ സഭയും ഇതര ക്രൈസ്തവ സഭകളും എന്ന പാഠത്തിൻ്റെ ഒന്നാം പാർട്ട് പഠിച്ചു, ചർച്ച ചെയ്തു. പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുന്നോ? കത്തോലിക്കാ സഭയുടെ ആരംഭം നമ്മൾ ആദ്യം കണ്ടു. ഈശോ മിശിഹായാൽ അപ്പസ്തോലന്മാരിലൂടെ സ്ഥാപിതമായ കത്തോലിക്കാ സഭ. കത്തോലിക്കാ സഭയ്ക്ക് 4 ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു. സഭ ഏകവും വിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമാണ്. ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത് കത്തോലിക്കാ സഭ 24 വ്യക്തിസഭകളുടെ ഇൻഡിവിജ്വൽ ചർച്ചസിൻ്റെ കൂട്ടായ്മയാണ്. 23 സഭകളും പൗരസ്ത്യ സഭകൾ അല്ലെങ്കിൽ ഓറിയൻ്റൽ ചർച്ചസും 1 ലാറ്റിൻ ചർച്ചുമാണ്. അത്രയുമായിരുന്നു നമ്മൾ കണ്ടത്. ഇനി അതിൻ്റെ തുടർച്ച നമുക്കിന്ന് ചർച്ച ചെയ്യാം. നിങ്ങൾ ഈ ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുമോ? 2 ഫോട്ടോ, 2 പേരെ ചിത്രത്തിൽ കാണാം. ഒരു സ്ത്രീയും ഒരു പുരുഷനും. അതിൽ ഇവരാരാണെന്ന് നിങ്ങൾക്കറിയോ? ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചാൽ, ഈ പുരുഷനെ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ വേഷം, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, രാജകീയമാണ്. രാജകീയമായ വേഷം ധരിച്ച ആൾ രാജാവ് തന്നെ. എവിടെ ആയിരുന്നു? ഇംഗ്ലണ്ടുകാരനായിരുന്നു. ആളുടെ പേര് ഹെൻറി എട്ടാമൻ. ഹെൻറി എട്ടാമൻ രാജാവിൻ്റെ ചിത്രമാണ് നിങ്ങൾ കണ്ടത്. തൊട്ടടുത്ത് നിൽക്കുന്ന സ്ത്രീ ആരാണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ല. ഭാര്യ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? കറക്റ്റാണ്, അദ്ദേഹത്തിൻ്റെ കാമുകി. ഭാര്യ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. ഇതൊരു ചരിത്രം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കാതറൈന് ഇദ്ദേഹത്തെക്കാളും 4 വയസ്സ് കൂടുതലാണ്. വിവാഹം ചെയ്തു. ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ കാതറൈൻ്റെ തോഴിയായ ആനി ബോളിൻ എന്ന ഈ സ്ത്രീയുമായി ഇദ്ദേഹം പ്രണയത്തിലായി വിവാഹം കഴിക്കണം എന്ന് ഇദ്ദേഹത്തിന് ആഗ്രഹം. ആ സമയത്ത് ഒരു ഭാര്യ നിൽക്കുമ്പോൾ അത് ഡിവോഴ്സ് ചെയ്യാതെ വേറൊരാളെ സഭയിൽ വിവാഹം ചെയ്യാൻ പറ്റില്ലല്ലോ. മാർപ്പാപ്പയ്ക്ക് കത്തയച്ചു, ഡിവോഴ്സ് തരണം, ആദ്യത്തെ വിവാഹം വാലിഡ് അല്ല എന്ന് ഇദ്ദേഹം വാദിച്ചു. മാർപ്പാപ്പ പറഞ്ഞു, സൗഹൃദങ്ങൾക്കപ്പുറത്ത് നിയമത്തിൻ്റെ വഴിയെ തന്നെ പോകണം. ആദ്യത്തെ വിവാഹം വാലിഡാണ്, അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നടക്കില്ല. അതിനു മുൻപ് മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശ്വാസ സംരക്ഷകൻ, ഡിഫൻഡർ ഓഫ് ഫെയ്ത്ത് എന്ന ഔദ്യോഗിക ബഹുമതിയൊക്കെ കൊടുത്തതും നമ്മൾ കാണുന്നുണ്ട്. ഇത്രയും വന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നു. ഇദ്ദേഹം പറഞ്ഞത് വിവാഹം ചെയ്തു. വിവാഹം ചെയ്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം പറഞ്ഞു, ഇംഗ്ലണ്ടിലെ സഭയുടെ കാര്യങ്ങളിൽ കത്തോലിക്കാ സഭയ്ക്ക് ഇനി ഒരു അവകാശവുമില്ല. ഇംഗ്ലണ്ടിൻ്റെ സഭയുടെ പരമാധികാരിയായി രാജാവ് തന്നെ അധികാരം ഏറ്റെടുത്തു. അങ്ങനെ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഉദയമുണ്ടായി. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്, ആംഗ്ലിക്കൻ ചർച്ച്. തുടർന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് AD 451 കാൽസിദോണിൽ നടന്ന സൂനകദോസ് വരെ കത്തോലിക്കാ സഭയിൽ അനൈക്യത്തിൻ്റെ ഒരു മാറ്റൊലിയും കണ്ടിരുന്നില്ല. 451 സൂനകദോസ് കഴിഞ്ഞപ്പോഴാണ് കത്തോലിക്കാ സഭയിൽ നിന്നും ഒരു വിഭാഗം തെന്നിമാറി പുതിയ സഭ ഉദയം ചെയ്യുന്നത്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു യാത്ര നടത്തി തിരിച്ചു വന്നാലോ? വിശുദ്ധ ഗ്രന്ഥം, വചനം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? വചനം കേട്ട് നമുക്ക് തിരിച്ചു വരാം. കൂട്ടുകാർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? വിശുദ്ധ ഗ്രന്ഥം വളരെ ശ്രദ്ധാപൂർവം നമുക്ക് വായിച്ച് കേൾക്കാം. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം, അധ്യായം 13, 1 മുതലുള്ള തിരുവചനങ്ങൾ. ഓരോരുത്തനും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തങ്ങൾക്കു തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കും. സൽപ്രവൃത്തികൾ ചെയ്യുന്നവർക്കല്ല,
ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത്. നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ? എങ്കിൽ നന്മ ചെയ്യുക, നിനക്ക് അവനിൽ നിന്ന് ബഹുമതി ഉണ്ടാകും. കൂട്ടുകാരെ, വചനം നമ്മോട് സംസാരിച്ചു. അധികാരം ദൈവസ്ഥാപിതമാണ്. സഭയുടെ വിശ്വാസം അങ്ങനെയാണ്. അധികാരം ദൈവസ്ഥാപിതമായതിനാൽ അധികാരത്തെ അനുസരിക്കണം. നന്മ ചെയ്യുന്നവന് അധികാരത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. തിന്മ ചെയ്യുന്നവനാണ് അധികാരത്തെ ഭയപ്പെടേണ്ടത് എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ നിന്നും ഇതര ക്രൈസ്തവ സമൂഹങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾ ഉദയം ചെയ്തത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒത്തിരി കാരണങ്ങൾ കണ്ടെത്താം. അതിലൊന്ന് ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഹെൻറി എട്ടാമൻ്റെ പേഴ്സണൽ വ്യക്തിപരമായ കാരണങ്ങളാൽ ഒരു സഭയുടെ രൂപീകരണം. തുടർന്ന് നമ്മൾ മുന്നോട്ട് ഓരോ സഭകളെക്കുറിച്ചും പഠിച്ചു വരുമ്പോൾ വളരെ വൈകാരികമായ കാരണങ്ങളാൽ ഇതിൽ കത്തോലിക്ക സഭയിൽ നിന്നും വിഭജിച്ചു പോയ സമൂഹങ്ങളെ, സഭാ സമൂഹങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. നിരവധിയായ കാരണങ്ങൾ ഇതിൽ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. ഇനി നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഈ സഭകളെക്കുറിച്ച്, ഈ സഭകൾ രൂപപ്പെട്ടതിനെക്കുറിച്ച്. പ്രധാനമായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് ഇതര ക്രൈസ്തവ സഭകളെന്ന് ആഗോളതലത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാൻ 3 സഭകളെക്കുറിച്ചാണ്. ഒന്ന് AD 451 സ്ഥാപിക്കപ്പെട്ട ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ. രണ്ടാമത്തത് 1054 രൂപീകൃതമായ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ. മൂന്നാമത്തത് 1483 മുതൽ 1534 വരെയുള്ള കാലയളവിൽ രൂപീകരിക്കപ്പെട്ട പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ. ഇത് 3ഉം നമുക്ക് കാണാം. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, അല്പം ചരിത്രമാണ്. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുടെ ചരിത്രം നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ AD 451 ഏഷ്യ മൈനറിലെ കാൽസിഡോണിൽ ചേർന്ന കാൽസിഡോൺ സൂനകദോസ്. 451 ഒക്ടോബർ 8 മുതൽ നവംബർ 1 വരെയാണ് സൂനകദോസ് നടന്നത്. ഈ സൂനകദോസ് കഴിഞ്ഞ സമയത്ത് ഒരു അഭിപ്രായ ഭിന്നതയുണ്ടായി. സൂനകദോസിൽ അവതരിപ്പിച്ച ക്രിസ്റ്റോളജി, ക്രിസ്തു വിജ്ഞാനീയപരമായ പഠനം, അതിനോടൊപ്പമുള്ള തീരുമാനങ്ങൾ, ഈ തീരുമാനങ്ങൾ ഒരു വിഭാഗം ആൾക്കാരെ തൃപ്തിപ്പെടുത്തിയില്ല. അങ്ങനെ അതിൽ അസംതൃപ്തരായ ഒരു വിഭാഗം ആൾക്കാർ അവർ മാറി നിന്നു. അവരാണ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭ. ഈ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾക്ക് നേതൃത്വം നൽകിയത് യാക്കോബ് ബുർദായ എന്ന സന്യാസിയാണ്. യാക്കോബ് ബുർദായ ഇവരുടെ ഒരു നേതാവായിരുന്നു. അദ്ദേഹമാണ് ഇവരെ സംഘടിപ്പിച്ചത്. ഈ യാക്കോബിൻ്റെ നേതൃത്വം സ്വീകരിച്ചവർ എന്ന അർത്ഥത്തിൽ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയെ യാക്കോബായ സഭയെന്നും വിളിക്കുന്നു എന്ന് സഭാചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി വീണ്ടും ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ എന്നാണ് ഹെഡിങ്ങിൽ നമ്മൾ കണ്ടത്. എത്ര സഭകളാണ് ഇതിൽ ഉള്ളത്? പ്രധാനമായിട്ടും 4 സഭകൾ ഈ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിൽ കാണാം. 1 അന്ത്യോക്യൻ സഭ, 2 അലക്സാണ്ട്രിയൻ സഭ, 3 അസീറിയൻ സഭ, 4 അർമേനിയൻ സഭ. ഇങ്ങനെ 4 സഭാ സമൂഹങ്ങളാണ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായിട്ടുള്ളത്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ എത്ര വിശ്വാസികൾ, എത്ര ലക്ഷം വിശ്വാസികളാണ് ഇവർക്ക് ആഗോളതലത്തിലുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ടും കാണാം. 60 മില്യൺ വിശ്വാസികളാണ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുടെ പിന്നിൽ ഉള്ളതെന്നും നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ സഭയിലേക്ക് പോവാം. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ നമ്മൾ കണ്ടു 451 കാൽസിഡോൺ സൂനകദോസ് മുതൽ 11ാം നൂറ്റാണ്ടു വരെ സഭയുടെ വളർച്ചയുടെ കാലം എന്ന് സഭാചരിത്രകാരന്മാർ കുറിച്ചു വച്ചിട്ടുണ്ട്. വളർച്ചയുടെ കാലമായിരുന്നു. വളർച്ചയ്ക്ക് നിദാനമായ കാര്യങ്ങൾ വ്യക്തിസഭകൾക്കൊക്കെ ആരാധനാക്രമത്തിലും ആചരണങ്ങളിലും അച്ചടക്കത്തിലും ഭരണക്രമത്തിലും തികഞ്ഞ സ്വാതന്ത്ര്യം ഈ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം കൃത്യമായിട്ടുണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസം എന്തിലെന്ന് ചോദിച്ചാൽ സൈദ്ധാന്തികമായ കാര്യങ്ങളിൽ സഭയുടെ ചില പഠനങ്ങളിൽ
പാശ്ചാത്യ പൗരസ്ത്യ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ഈ പാശ്ചാത്യ പൗരസ്ത്യ അഭിപ്രായ വ്യത്യാസങ്ങൾ നിക്കോളാസ് ഒന്നാമൻ മാർപ്പാപ്പയുടെയും ഫോബിയസ് പാത്രിയാർക്കീസിൻ്റെയും കാലത്ത് രൂക്ഷമായി. ഈ അഭിപ്രായ ഭിന്നത ഈ സമയത്ത് കൂടി വന്നു. ഫോബിയസ് പാത്രിയാർക്കീസിന് ശേഷം ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ അധികാരസ്ഥാനത്തേക്ക് വന്നത് മാക്കിൾ ചെറുളാരിയൂസ് എന്ന പാത്രിയാർക്കീസ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ അഭിപ്രായ ഭിന്നത അതിൻ്റെ ക്ലൈമാക്സിൽ വരികയും സഭ പിളരുകയും ചെയ്തു. ഈ പിളർന്ന സമയത്ത് 1054 ലയോ 9 മാർപ്പാപ്പയുടെ പ്രതിനിധികൾ ചെറുളാരിയൂസ് പാത്രിയാർക്കീസിനെ സഭാഭ്രഷ്ടനാക്കി സഭയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ഗ്രീക്ക് സഭകൾ ഇത് അംഗീകരിക്കാതെ സ്വതന്ത്ര സഭയായി മാറിയതോടെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ഉദയം കുറിച്ചു. എത്ര ലക്ഷം വിശ്വാസികൾ? 23 മുതൽ 25 മില്യൺ വിശ്വാസികളാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽ ഇന്നുള്ളത്. അതായത് ഗ്രീക്ക് ജനസംഖ്യയുടെ 40% ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ഭാഗമാണെന്ന് ചരിത്രം പറയും. നമുക്ക് മൂന്നാമത്തെ പ്രൊട്ടസ്റ്റൻ്റ് സഭയിലേക്ക് വന്നാലോ? പ്രൊട്ടസ്റ്റൻ്റ് സഭകളെക്കുറിച്ച് ചെറിയൊരു സൂചന നമ്മൾ കണ്ടിരുന്നു. പെന്തക്കോസ്ത് സഭാ സമൂഹങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ, അവരുടെ ഉദയത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ, ഈ പ്രൊട്ടസ്റ്റൻ്റ് സഭയിലൂടെ വന്ന് പെന്തക്കോസ്ത് സഭയിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്തത്. സഭയെ നവീകരിക്കാനുള്ള പ്രസ്ഥാനം 16-ാം നൂറ്റാണ്ടിൽ റിഫോർമേഷൻ, മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ചു. വേൾഡ് ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഒരു തുടക്കക്കാരൻ മാർട്ടിൻ ലൂതർ ആയിരുന്നു. ജർമ്മനിയിൽ മാർട്ടിൻ ലൂതർ വിറ്റൻബർഗ് സർവകലാശാല പ്രൊഫസറായിരുന്ന സമയത്ത്, ബൈബിൾ പ്രൊഫസറായിരുന്ന സമയത്ത് കത്തോലിക്ക സഭയുടെ പഠനങ്ങൾ വളരെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുകയും സഭയ്ക്കെതിരെ ദണ്ഡവിമോചനം എന്ന സഭയുടെ പഠനത്തിനെതിരെ വലിയധികം പ്രചരണങ്ങൾ നടത്തുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ 95 പ്രമേയങ്ങളാക്കി അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ ആനവാതിലിൽ പതിപ്പിക്കുകയും അതിനുശേഷമുണ്ടായ പ്രശ്നങ്ങളും മാർപ്പാപ്പ ഇദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിച്ചതും തെറ്റായ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ചതും ഇദ്ദേഹം അംഗീകരിക്കാതെ മാറി നിന്നതും ഒക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജർമ്മനിയിൽ ഒരു പുതിയ സഭയ്ക്ക് ആരംഭം കുറിച്ചു. നമ്മൾ കാണുന്നത് സ്വിറ്റ്സർലൻഡിൽ ഉൾറിക് സ്വിംഗ്ലിയുടെ നേതൃത്വത്തിൽ പുതിയൊരു പ്രൊട്ടസ്റ്റൻ്റ് സഭയുണ്ടായി. ജോൺ കാൽവിൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിൽ ഒരു പ്രൊട്ടസ്റ്റൻ്റ് സഭയുണ്ടായി. അതുപോലെ ഇംഗ്ലണ്ടിൽ നമ്മൾ തുടക്കത്തിൽ കണ്ട ഹെൻറി 8 രാജാവിൻ്റെ നേതൃത്വത്തിൽ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെയും ആരംഭം കുറിച്ചു എന്ന് നമ്മൾക്ക് കാണാം. പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ പിന്നീട് നമ്മൾ കാണുന്നത്, ഒത്തിരി പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ പിന്നീട് ഇങ്ങനെ വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഒത്തിരി പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ അതിന് പിന്നാലെ അതിനുശേഷം വന്നു ചേർന്നു. വ്യത്യസ്ത പഠനങ്ങൾ പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ പരസ്പരം വ്യത്യസ്ത പഠനങ്ങൾ കാണാൻ സാധിക്കും. ഈ പ്രൊട്ടസ്റ്റൻ്റ് സഭകളെക്കുറിച്ച് ഓരോ സഭകളെക്കുറിച്ചും എടുത്തു പഠിക്കുമ്പോൾ അവരുടെ പഠനങ്ങളിൽ ഒരു യൂണിഫോമിറ്റി പലപ്പോഴും കാണാറില്ല. പക്ഷേ യൂണിഫോമിറ്റി രണ്ട് കാര്യങ്ങളിലുണ്ട്. രണ്ട് കാര്യങ്ങളിൽ എന്ന് പറയുമ്പോൾ, ഒന്ന് സോളാ ഫീദെ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലൂടെ നീതീകരണം ഒന്ന്. രണ്ടാമത്തത് സോളാ സ്ക്രിപ്റ്റൂര എന്ന് പറഞ്ഞാൽ ബൈബിൾ മാത്രമാണ് വെളിപാടിൻ്റെ സ്രോതസ്സ്. ഈ രണ്ട് കാര്യങ്ങളിൽ ഇവർക്ക് യൂണിഫോമിറ്റി ഉണ്ട് പ്രൊട്ടസ്റ്റൻ്റ് സഭയ്ക്ക്. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ബൈബിൾ മാത്രമല്ല, സാക്രഡ് സ്ക്രിപ്ചർ ആൻഡ് സാക്രഡ് ട്രഡീഷൻ, സഭയുടെ പാരമ്പര്യങ്ങളും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. പ്രൊട്ടസ്റ്റൻ്റ് സഭ ഇത് അംഗീകരിക്കുന്നില്ല. പ്രധാനപ്പെട്ട പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ ഏതാണ്? ഒരു 7 പ്രൊട്ടസ്റ്റൻ്റ് സഭകളെ നമുക്ക് കണ്ടെത്താം. 1 ലൂതറൻ സഭ, 2 പ്രസ്ബിറ്റേറിയൻ സഭ, 3 ബ്രദറൻ സഭ, 4 ബാപ്റ്റിസ്റ്റ് സഭ, 5 മെത്തഡിസ്റ്റ് സഭ, 6 സാൽവേഷൻ ആർമി, 7 ആംഗ്ലിക്കൻ സഭ. ഇതാണ് പ്രധാനപ്പെട്ട പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ. 3 സഭകളെക്കുറിച്ച് നമ്മൾ കണ്ടു. തുടർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ഇതര ക്രൈസ്തവ സഭകൾ ഏതൊക്കെയാണ്? നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിലെ ഇതര ക്രൈസ്തവ സഭകൾ, മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭ. ഈ സഭയിൽ 1653
ജനുവരി 3-നുണ്ടായ കൂനൻ കുരിശു സത്യത്തെ തുടർന്നായിരുന്നു ആദ്യത്തെ ഒരു പിളർപ്പുണ്ടാവുന്നത്. എന്താണ് കൂനൻ കുരിശു സത്യം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മാർത്തോമ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ ഇവയെല്ലാം പോർച്ചുഗീസ് മിഷണറിമാർ, പാശ്ചാത്യർ സംശയദൃഷ്ടിയോടെ വീക്ഷിച്ചു. അവരുടെ വിലപ്പെട്ട ചില പാരമ്പര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നിഷേധിക്കപ്പെട്ടു. ആ സമയത്ത് ഇവരാവശ്യപ്പെട്ടു, തദ്ദേശീയനായ ഒരു മെത്രാനെ ഞങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു മെത്രാനെ അവസാനം അഹത്തുള്ള എന്ന പേരുള്ളൊരു മെത്രാനെ ഇങ്ങോട്ടേക്ക് അയച്ചെങ്കിലും അദ്ദേഹത്തിന് ഈ കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്താൻ പറ്റിയില്ല. പ്രതിഷേധിച്ച വിശ്വാസികൾ കുരിശിൽ ഒരു കയറ് കെട്ടി ഇനി ഈ ജസ്യൂട്ട് ഫാദേഴ്സിനെ അനുസരിക്കില്ല എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ഇവിടെ ഈ പ്രതിജ്ഞ ചെയ്ത വിഭാഗം കത്തോലിക്കാ സഭയിൽ നിന്നും അകന്നു. കത്തോലിക്കാ സഭയിൽ നിന്നും അകന്നവരെ പുത്തൻ കൂറ്റുകാർ എന്ന് ചരിത്രം പറയും, സഭാചരിത്രം പറയും. കത്തോലിക്കാ സഭയിൽ തുടരുന്ന മാർത്തോമ ക്രിസ്ത്യാനികളെ പഴയ കൂറ്റുകാർ എന്നും വിളിച്ചു. ഈ പുത്തൻ കൂറ്റുകാർ ഇങ്ങനെ കത്തോലിക്കാ സഭയിൽ നിന്നും തെന്നി മാറി നിൽക്കുന്ന സമയത്ത് 1665 അന്ത്യോക്യൻ യാക്കോബായ സഭയുടെ മെത്രാനായ മാർ ഗ്രിഗോറിയോസ് കേരളത്തിൽ വരികയും ഈ ഗ്രിഗോറിയോസ് ഈ പുത്തൻ കൂറ്റുകാരുമായി സംസാരിക്കുകയും ഇവർ അന്ത്യോക്യൻ സഭയുമായി ബന്ധം സ്ഥാപിക്കുകയും അന്ത്യോക്യൻ ആരാധനാക്രമം സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ കാണുന്നത് 1876 മുളന്തുരുത്തിയിൽ വെച്ച് നടന്ന സൂനകദോസിൽ ഇവർ ഹയറാർക്കിക്കൽ ബന്ധം സ്ഥാപിച്ചു. അതോടെ ഇവിടെ കേരളത്തിൽ മലങ്കര സിറിയൻ ഓർത്തഡോക്സ് സഭയ്ക്ക് തുടക്കമായി. മലങ്കര സിറിയൻ ഓർത്തഡോക്സ് സഭ മറ്റ് രണ്ടു പേരുകളിലും ഇവരറിയും. അത് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും. മലങ്കര സിറിയൻ ഓർത്തഡോക്സ് സഭയെ യാക്കോബായ സഭ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ബാബ കക്ഷി എന്നും വിളിക്കാറുണ്ട്. രണ്ടാമത്തേലേക്ക് പോയാലോ, കേരളത്തിലെ രണ്ടാമത്തെ ക്രൈസ്തവ അകത്തോലിക്ക സഭ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭ. നമ്മൾ കണ്ടു 1876 മുളന്തുരുത്തി സൂനകദോസിൽ വെച്ച് പുത്തൻകൂറ്റുകാർ അന്ത്യോക്യൻ സഭയുടെ കീഴിലായപ്പോൾ ഈ പുത്തൻകൂറ്റു വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർക്ക് അന്ത്യോക്യൻ സഭയുടെ കീഴിലേക്ക് പോകുന്നത് താല്പര്യമില്ലായിരുന്നു. അവർ ചെയ്തത് വട്ടശ്ശേരിൽ ദിവന്നാസ്യോസ് മെത്രാൻ്റെ നേതൃത്വത്തിൽ 1912 പ്രത്യേക സഭയായി മാറി. അങ്ങനെ ഈ യാക്കോബായ സഭ രണ്ടായി പിളർന്നു. കേരളത്തിലുടനീളം യാക്കോബായ സഭയുടെ പള്ളികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബാബാ കക്ഷിയും മെത്രാൻ കക്ഷിയുമുണ്ട്. പലപ്പോഴും വലിയ ഇഷ്യൂസൊക്കെ വരുന്നത് നമ്മൾ കാണുന്നതാണ് പത്രമാധ്യമങ്ങളിലൂടെ. മാർ ദിവന്യാസ്യോസ് മെത്രാനെ അനുകൂലിക്കുന്നവർ മെത്രാൻ കക്ഷി, നേരത്തെ പറഞ്ഞത് ബാബാ കക്ഷിയായിരുന്നു, അല്ലെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭ എന്ന് അറിയപ്പെടുന്നു. രണ്ടുപേരുടെ വിശ്വാസവും ആചാരങ്ങളും ആരാധനാക്രമവും ഒന്നു തന്നെ, ഒരു വ്യത്യാസവും ഇല്ലെന്ന് നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ സഭയിലേക്ക് പോകാം. മൂന്നാമത്തെ അസീറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റ്. അസീറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റിൻ്റെ തുടക്കം 1874 ഏലിയാസ് മേലൂസ് എന്ന പേർഷ്യൻ മെത്രാനെ തലവനായി അംഗീകരിച്ച മാർത്തോമ ക്രിസ്ത്യാനികൾ നെസ്തോറിയനിസം അല്ലെങ്കിൽ നെസ്തോറിയൻ സിദ്ധാന്തം ഒരു പാഷണ്ഡതയാണത്, ഇതും സ്വീകരിച്ച് ചെറിയൊരു സഭാ സമൂഹമായി മാറി. ഇവരാണ് കേരളത്തിലെ അസീറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത്. അസീറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റ്. 3. നാലാമത്തെ സഭയിലേക്ക് പോവാം. നാലാമത്തെ സഭ മാർത്തോമ സുറിയാനി സഭ. മാർത്തോമ സുറിയാനി സഭ കുറച്ച് മുൻപ് നമ്മൾ കണ്ടു. കൂനൻ കുരിശ് സത്യത്തെ തുടർന്ന് പുത്തൻ കൂറ്റുകാർ ഇവരെ ഉദയം ചെയ്തു. കത്തോലിക്ക സഭയിൽ നിന്നും അല്പം മാറി നിൽക്കുന്നവർ. ആ സമയത്ത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള മിഷണറിമാർ ഇവിടേക്ക് വരികയും അവർ ഈ പുത്തൻകൂറ്റ് സമുദായത്തിൻ്റെ ഇടയിൽ, ഇംഗ്ലണ്ടിൽ നിന്നുള്ള മിഷണറിമാരെന്ന് പറയുമ്പോൾ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ മിഷണറിമാർ പുത്തൻകൂറ്റ് സമുദായത്തിൻ്റെ ഇടയിൽ പ്രവർത്തനം നടത്തി അവരെ സ്വാധീനിച്ചു. ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിരുന്ന കേണൽ മൺറോ, ഇന്ത്യ ചരിത്രത്തിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഇദ്ദേഹം ഇതിനെ പ്രോത്സാഹിപ്പിച്ചു, അവരെ സഹായിച്ചു. അവസാനം മാവേലിക്കരയിൽ നടന്ന ഒരു സൂനകദോസിൽ ഈ സഭ കൃത്യമായിട്ടും പറഞ്ഞു, ഇത്
തെറ്റിദ്ധരിപ്പിച്ചു. ആംഗ്ലിക്കൻ ചർച്ച് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, ആ ബന്ധം വിച്ഛേദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ടീച്ചിങ്സിൽ ആകൃഷ്ടരായ ഒരു വിഭാഗം ആൾക്കാർ യാക്കോബായ സഭയുടെ ടീച്ചിങ്സും കൂടി ചേർത്ത് വെച്ച് മാർത്തോമ സുറിയാനി സഭയ്ക്ക് രൂപം കൊടുത്തു. ഇതാണ് കേരളത്തിൽ ഇന്നുള്ള മാർത്തോമ സഭ അല്ലെങ്കിൽ മാർത്തോമ സുറിയാനി സഭ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, മലയാളം തെന്നിന്ത്യൻ സഭ എന്ന് പറയും. CSI ചർച്ച് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആംഗ്ലിക്കൻ ചർച്ച്, ബ്രിട്ടീഷ് മെത്തഡിസ്റ്റ് ചർച്ച്, സൗത്ത് ഇന്ത്യ മെത്തഡിസ്റ്റ് ചർച്ച്, ബാസ്റ്റൺ മിഷൻ എന്നീ സഭകളുടെ ഒരു സംയോഗം. ഈ സഭകളൊക്കെ കൂടെ ചേർന്നാണ് ഈ തെന്നിന്ത്യൻ സഭ രൂപീകരിക്കപ്പെടുന്നത്. 1944 ഈ സഭയുടെ ഉദയം. മദ്രാസിൽ വെച്ചാണ് ഇവർ ജന്മമെടുക്കുന്നത്. 4 മഹാ ഇടവകകൾ CSI ചർച്ചിന് കേരളത്തിലുണ്ട്. 1 ദക്ഷിണ കേരള മഹാ ഇടവക, 2 മധ്യ കേരള മഹാ ഇടവക, 3 ഉത്തര കേരള മഹാ ഇടവക, അവസാനത്തത് പൂർവ്വ കേരള മഹാ ഇടവക. ഇതാണ് CSI ചർച്ച്. അനുജന്മാരെ, എക്യുമിനിസത്തിലൂടെ വന്ന് നമുക്ക് അവസാനിപ്പിക്കാം. എക്യുമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, കത്തോലിക്ക സഭ നിരുപാധികം മറ്റ് സഭകളോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. സഭ കത്തോലിക്ക സഭയിൽ നിന്നും ഭിന്നിച്ചു പോയ സഭയോട് ഐക്യപ്പെടാൻ, കൂട്ടായ്മയിലേക്ക് വരാൻ, യോജിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ചർച്ചകളും മറ്റും നടത്തുന്നു. അങ്ങനെ കൂട്ടായ്മയിൽ എത്തിച്ചേരാൻ നടത്തുന്ന ഈ പരിശ്രമത്തെയാണ് എക്യുമെനിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ ഈ കൂട്ടായ്മയല്ലേ ആവശ്യം? ഭിന്നത ക്രിസ്തീയമല്ല. ക്രിസ്തു ഒരിക്കൽ പോലും ഭിന്നതയെ പ്രോത്സാഹിപ്പിക്കുകയോ ഭിന്നതയിലേക്ക് ഒരാളെപ്പോലും നയിക്കുകയോ ചെയ്യാത്ത വ്യക്തിയായപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒന്നിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ചരിത്രം തന്നെ സാക്ഷിക്കുന്നു. ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഐക്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളും നടന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്കും പ്രാർത്ഥിക്കാം സഭകളുടെ കൂട്ടായ്മ അല്ലെങ്കിൽ ഒന്നാകലിനു വേണ്ടി. അവസാനം ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുവാണ്. ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ്. 3 മിനിറ്റും കൂടി എൻ്റെ അനുജന്മാരെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ഞാൻ കത്തോലിക്കനായിരിക്കണം? സഭയെ ആദ്യമായി കത്തോലിക്ക സഭ എന്ന് വിളിച്ചത് വിശുദ്ധ ഇഗ്നേഷ്യസ് ആണ്. ഒന്നാമത്തെ കാരണം എന്തുകൊണ്ട് ഞാൻ കത്തോലിക്കനാവണം എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം ഇതാണ്: ഏകവും വിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ കത്തോലിക്ക സഭയാണ് ഈശോ ഭരമേൽപ്പിച്ച സുവിശേഷ സത്യങ്ങളെ ശ്ലൈഹിക പാരമ്പര്യത്തിൽ കാത്തുസൂക്ഷിക്കുന്നുള്ളൂ. സുവിശേഷ സത്യങ്ങൾ ശ്ലൈഹിക പാരമ്പര്യത്തിൽ കാത്തുസൂക്ഷിക്കുന്ന ഒരേ ഒരു സഭയെ ലോകത്തുള്ളൂ. അത് കത്തോലിക്ക സഭയായതുകൊണ്ട് ഞാൻ ഈ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കണം. 2, പത്രോസാകുന്ന പാറമേൽ സ്ഥാപിക്കപ്പെട്ട സഭ കത്തോലിക്ക സഭയാണ്. ഇത് പാർട്ട് 1 നമ്മൾ പഠിച്ചതാണ്. പത്രോസാവുന്ന പാറമേൽ ഈശോ കത്തോലിക്ക സഭയെ സ്ഥാപിക്കുന്ന ഭാഗം. അതുകൊണ്ട് ഞാൻ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കണം. 3, പത്രോസിൻ്റെ പിൻഗാമികളായ മാർപ്പാപ്പമാരാൽ നയിക്കപ്പെടുന്നത് കത്തോലിക്ക സഭയാണ്. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ 266ാമത്തെ മാർപ്പാപ്പയാണ്. 1 പത്രോസ്. അപ്പോൾ ഈ മാർപ്പാപ്പമാരാൽ നയിക്കപ്പെടുന്ന ഏക സഭ കത്തോലിക്ക സഭയാണ്. ഞാൻ കത്തോലിക്ക സഭയിൽ അതുകൊണ്ട് വിശ്വസിക്കും. 4, ശ്ലീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരിലൂടെ നയിക്കപ്പെടുന്നത് കത്തോലിക്ക സഭയാണ്. കൈവെപ്പ് ശുശ്രൂഷയെക്കുറിച്ചൊക്കെ നമ്മൾ ഗലാത്യർക്കുള്ള ലേഖനത്തിലൊക്കെ കണ്ടതാണ്. 5, ഈശോയുടെ ശുശ്രൂഷ പൗരോഹിത്യം അഭംഗുരം തുടരുന്നത് കത്തോലിക്ക സഭയിലായതുകൊണ്ട് ഞാൻ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കണം. 6, ദൈവിക ജീവൻ്റെ അടയാളങ്ങളായ കൂദാശകൾ മാറ്റമില്ലാതെ അനുഷ്ഠിക്കപ്പെടുന്നത് കത്തോലിക്ക സഭയിലായതുകൊണ്ട് ഞാൻ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു. 7ാമത്തെ കാരണം, ഞാൻ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കാനുള്ള 7ാമത്തെ കാരണം, ഈശോയുടെ രക്ഷ പൂർണ്ണമായും കരഗതമാകുന്നത് കത്തോലിക്ക സഭയിലൂടെ ആയതിനാൽ ഞാൻ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു. അനുജന്മാരെ, അനുജത്തിമാരെ, ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് സ്ഥാപിച്ച കത്തോലിക്ക സഭയുടെ ഭാഗമായിരിക്കാൻ
എനിക്ക് അവസരം തന്നതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. കർത്താവെ, ഇതര ക്രൈസ്തവ സഭകളും കത്തോലിക്ക സഭയോട് ഐക്യപ്പെട്ട് ഒന്നിച്ച് അങ്ങയെ പ്രഘോഷിക്കാൻ ഇടയാക്കണമേ. കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നും അകന്നു നിൽക്കുന്നവരെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ എന്നെ അഭിഷേകം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 5 ചോദ്യങ്ങളുണ്ട്. ഉത്തരം കണ്ടെത്തി ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. ചർച്ചയ്ക്കുള്ള 2 ചോദ്യങ്ങളിൽ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കണം. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, സഹായിക്കും. ഓർമ്മിക്കാൻ, ഈ ആഴ്ചക്കാലം നിങ്ങളെ നയിക്കാൻ ഒരു വചനം, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. ഈ തൊഴുത്തിൽ പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവരെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു, അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരു ആട്ടിൻപറ്റവും ഒരു ഇടയനുമാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.